വണ്ടി മാറ്റേ. മാറ്റിയില്ലെങ്കിലോ? മാറ്റാ പറഞ്ഞേ. നീ ഞങ്ങൾ തല്ലുമല്ലേ? ആ, പോക്കരുത്തരം കാണിച്ചാൽ തല്ലും. വണ്ടി മാറ്റാ. മാറ്റില്ല. വണ്ടി എടുത്ത് മാറ്റാ പറ. വണ്ടി മാറ്റി പറ. വണ്ടി മാറ്റി. സ്റ്റാർട്ടാവുന്നില്ലേ? അപ്പോ ചന്ദ്രു, ചന്ദ്രു, ആരാത്? ഞാനാമേ, സണ്ണിയാ. ചന്ദ്രു ഉറങ്ങിയല്ലോ. എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് അകത്ത് കയറിയിരുന്ന് പറയേണ്ട കാര്യമാ. പക്ഷെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനില് അത് വേണ്ട. ഞാൻ എവിടെ നിന്ന് പറയാം? സണ്ണി പോകൂ. അങ്ങനെ പോയാലെങ്ങനാ? എനിക്ക് കാര്യം പറയണ്ടേ? സ്വബോധം കിട്ടുമ്പോ പറഞ്ഞാ മതി. എന്താ? ശരി, ഈ സ്വഭാവം ഇല്ലല്ലോ. നല്ല ബോധമുണ്ട്. ബോധം കിട്ട് ഓരോന്ന് പെരുമാറുന്നത് നിങ്ങളെപ്പോലുള്ളവരാ. അനാവശ്യം പറയരുത്. അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്തേക്കാം. സാറിന്റെ മകള് ദേവി മേനോനെ ഞങ്ങളുടെ നന്ദന് കല്യാണം കഴിച്ചു കൊടുക്കണം. എന്റെ മകളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഇക്കാര്യത്തിൽ പോരാ. ഞങ്ങൾ കുറെ ഫ്രണ്ട്സോടെ തീരുമാനിക്കണം. ഒരു ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരുത്തി വേണ്ടാത്ത വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് മധുവാനെ പോലെ കൊണ്ടുനടന്നിട്ട് ഇപ്പൊ അത് തകയുക. വേറെ കല്യാണം ആലോചിക്കുക. ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിചാരിച്ചോ? അല്ലെ അമ്മ പറയട്ടെ. ഇറങ്ങണ വെളിയിൽ. സ്വരം മാറ്റരുത്. എന്റെ സ്വരം മാറും. വിടറ. ആണുങ്ങളായ നേരിട്ട് ഇടപെടണം. കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. അത് തന്നെ കൂലിക്ക് ആളെ വെച്ച് അടുപ്പിക്കാൻ നോക്കുന്നു. ദേവി, ദേവി, ധൈര്യം ഉണ്ടെങ്കിൽ ഗേറ്റ് വരെ ഇറങ്ങിയതാ. ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തിച്ചേരാം. ഒരുത്തരൊരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് കാണാം. എന്തോ കാണാനാ? വെറുതെ തിണ്ണ വിളിച്ച് കാണിക്കരുത്. തന്നെ എനിക്ക് കാണണ്ട ഇവിടെ വെച്ചാ, ഈ റോഡിൽ വെച്ച്. തന്നെ താൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ആ ഇനിയും വല്ലവനെ കൂലിക്കെടുത്തിരുന്ന പറ. ഇന്നുകൊണ്ട് തീർക്കണം. പോട്ടെ, നമുക്ക് കാണാം.